ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇത് നമുക്കൊരു എ ലൈൻ ടോപ്പ് ചെയ്യാം കേട്ടോ. ജോർജറ്റാണ് എടുത്തേക്കുന്ന മെറ്റീരിയൽ. അതിന് ചേരുന്ന ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ വരുന്നത് 8 ചെസ്റ്റ് 35.5. അതിൻ്റെ കൂടെ രണ്ടും കൂടെ ചേർത്ത് 4 ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ ചെസ്റ്റ്. വേസ്റ്റ് 31.5 പ്ലസ് 2 കൂടെ കൂട്ടി 4 ഡിവൈഡ് ചെയ്യാം. ഹിപ്പ് 38 പ്ലസ് 2 അതിന് 4 ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് 46. അത് ഫുൾ സ്ലീവാണ് കേട്ടോ. സ്ലീവ് എടുക്കുന്നത്, പിന്നെ ഫ്രണ്ടിൽ വി നെക്ക് എടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ തുണി മെയിൻ ക്ലോത്താണ്. ഞാൻ മെയിൻ ക്ലോത്ത് ഇതാ 4 മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 മീറ്ററാണ് എടുക്കുന്നത്. ആദ്യം ഷോൾഡർ 8 മാർക്ക് ചെയ്തു. താഴോട്ട് ആം ഹോളിന് വേണ്ടിയിട്ട് 6.5 മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ കിട്ടിയ ചെസ്റ്റ് തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 13 വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ കിട്ടിയ അളവും 2 തയ്യൽ തുമ്പും. ഹിപ്പ് കൊടുക്കുന്നത് 19 അവിടുത്തെ അളവും പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ അതിനെ ഒന്ന് തയ്യൽ തുമ്പിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും തയ്യൽ തുമ്പ് വേണ്ടാത്തവർ ഇത്രയും ഇടണ്ട. 1 ഇഞ്ച് ആം ഹോള് കർവ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെയ്യുന്നത് മുകളിൽ നിന്ന് ഫുൾ ലെങ്ത്ത് എടുക്കുവാണേ. ഫുൾ ലെങ്ത്ത് 46. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിനായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഇതാ നമുക്ക് വേസ്റ്റ് കിട്ടിയതിൻ്റെ അധികമാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം ഫ്ലെയർ വേണോ അത്രത്തോളം മെറ്റീരിയൽ നമുക്ക് ആവശ്യം വേണ്ടി വരും. ഒന്നുകൂടെ നമുക്ക് നോക്കാമേ. ഇതാ ഇവിടുന്ന് 46 ഫുൾ ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടു. ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ മുകളിൽ നിന്ന് ഹിപ്പിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ മുകളിൽ നിന്ന് 1 ഇഞ്ച് ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ താഴ്ഭാഗം മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതാ എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്ക് ലൈനിങ്ങൂടെ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഞാൻ സെയിം മെറ്റീരിയലാണ് മേടിച്ചേക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് ഞാൻ കുറച്ചേക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ചോളം കുറച്ചാൽ മതിയാകും. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് ക്ലോത്തിനെ ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുക്കുവാണേ. ഇതേപോലെ 4 മടക്കിയിട്ടിട്ട് നമ്മുടെ കൈയുടെ ലെങ്തിനേക്കാളും 1 ഇഞ്ച് കൂട്ടി, തയ്യൽ തുമ്പൂടെ കൂട്ടി 1 ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ സ്ലീവ് വരച്ചെടുത്തിട്ടേ ഉള്ളൂ. താഴ്ഭാഗത്തെ വണ്ണം പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അതിനെ ജോയിൻ ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്ക് ഞാൻ വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ 3.5 നെക്കിൻ്റെ വീതി കൊടുക്കുന്നത്. അതേപോലെ 7 ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. 7.5 കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ച് പോകുമ്പോൾ പോവും. ഇതേപോലെ മുകളിലോട്ടൊരു വി വരച്ചിട്ട് അതിനെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് ഇതേപോലെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് ഒരു വേസ്റ്റ് ക്ലോത്തിൽ ഇതിൻ്റെ 3 സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് നെക്കിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്, ഇതാണ് ചീത്ത ഭാഗം. പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിൽ. ഇനി നമ്മൾ ചെയ്ത് വെച്ച ലൈനിങ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വരച്ചെടുത്ത അതേ രീതിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ആ നെക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം, സ്റ്റിച്ച് കൊള്ളാതെ വെട്ടിട്ട് കൊടുക്കണേ. ഇനി ആ മെയിൻ ക്ലോത്തിനെ പിന്നെ ലൈനിങ്ങിൻ്റെ ഇടയ്ക്കൂടെ കറക്റ്റ് അതിൻ്റെ ജോയിൻ വരുന്ന ഭാഗത്തൂടെ സ്റ്റിച്ച് കൊടുക്കുവാണ്, പതിച്ച് സ്റ്റിച്ച് കൊടുക്കുവാണ്. പിന്നെ ആ ക്യാൻവാസിനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് തുമ്പിക്കൂടൊരു സ്റ്റിച്ച്. പിന്നെ അതിനെ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിനെ മാറ്റി വെച്ച് ആ ക്യാൻവാസും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തൊരു സ്റ്റിച്ച് കൊടുക്കുവാണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ചെയ്യാനുള്ളത് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, 2 സൈഡും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി നീങ്ങി പോവാതെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പ് ഉള്ളവരാണെങ്കിൽ മാത്രം, അല്ലാത്തവർക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഷോൾഡർ എന്താ പറയുക ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് വീണ് പോകാനുള്ള ചാൻസ് കൂടുന്നത്. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ഷോൾഡറും വരച്ചെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ റീമാർക്ക് ചെയ്യുവാണ്. 6.5-ലാണ് ഞാൻ ആം ഹോൾ കൊടുത്തേക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ വണ്ണം, വെസ്റ്റിൻ്റെ വണ്ണം, ഹിപ്പിൻ്റെ വണ്ണം കൂടെ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് ഷോൾഡർ ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ബാക്ക് സൈഡിലും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുവാണേ. ഇതാ, ഇനി നമുക്ക് താഴ്ഭാഗം കൂടി ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. താഴ്ഭാഗത്ത് എത്രത്തോളം ഫ്രില്ല് വേണോ അത്രത്തോളം നമ്മൾ തുണി എക്സ്ട്രാ വിട്ടാൽ മാത്രമേ നമുക്ക് ഫ്രില്ല് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. എ ലൈൻ ആയതുകൊണ്ട് എങ്ങും നിർത്തേണ്ട ആവശ്യമില്ല, താഴ്ഭാഗത്ത് വരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. രണ്ട് സൈഡും അതേപോലെ ചെയ്തിട്ട് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് 1/2 ഇഞ്ച് എടുത്ത് വെട്ടുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് പിന്നീട് ചെയ്യേണ്ടത് ആ സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കറക്കി
ജോയിൻ ചെയ്തെടുക്കാവേ. രണ്ട് സ്ലീവും അതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവേ. ഇതേപോലെ 5.25 കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ 5.25 നിന്ന് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് കറക്റ്റ് ആവുന്ന ലൈനൊക്കെ ഇട്ടിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതാ ചെസ്റ്റിൻ്റെ അവിടോട്ട് ജോയിൻ ചെയ്തെടുത്തു. എത്രത്തോളം തയ്യൽ തുമ്പ് വേണോ അത്രത്തോളം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ബാലൻസ് പാട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ചെയ്യേണ്ടത് ഈ ടോപ്പിൻ്റെ അടിഭാഗം ഈവൻ അല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഈവനാക്കി മാറ്റുക. പിന്നെ ആ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് വി നെക്കാണ്. അവിടെ ഒരു ചെറിയ ലേസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വി മോഡൽ അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാ ലേസാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ. ഇതൊരു 36 ചെസ്റ്റ് അളവിൻ്റെ ആണ് കേട്ടോ. വേറെ ചെസ്റ്റ് അളവ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.